പോലീസ് ആസ്ഥാനത്ത് തമ്മിലടി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതും ഈ ചെറിയ ആളുകളൊന്നും അല്ല, DGPയും ADGPയും തമ്മിലാണ്. തമ്മിൽ കണ്ടാൻ മിണ്ടത്തില്ല, മുഖം മുറിച്ച് ആണ് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും DGP ഷേഖ് ദർബേർ സാഹിബും തമ്മിൽ വലിയ പ്രശ്നമാണ് അവിടെ. ഇവര് തമ്മിൽ അതിനകത്ത് വാക്കേറ്റമൊക്കെയാണ്. എന്താ ഇവര് പ്രശ്നം? ഇവര് ഈഗോ ഭയങ്കര ഈഗോ ആണ് ഇവര് തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലാണ് ഇവർ. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം കേൾക്കത്തില്ല, അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം കേൾക്കത്തില്ല. ഇദ്ദേഹം തെക്കോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ അദ്ദേഹം വടക്കോട്ട് പോകും, ഒരാൾ കിഴക്കോട്ട് പോയാൽ മറ്റേ ആൾ പടിഞ്ഞാറോട്ട് പോകും. ഇവര് പ്രശ്നം പരിഹരിക്കേണ്ട ഇവര് തമ്മിലാണ് ഇപ്പോൾ പ്രശ്നം. ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് DGP. ആ ക്രമസമാധാന ചുമതല നടപ്പാക്കേണ്ട ആളാണ് ADGP. അപ്പോൾ ADGP ആയിട്ടിരിക്കുന്ന MR അജിത് കുമാറും ഈ DGPയും തമ്മിൽ എന്നും വിഷയമാണ്, എന്നും പ്രശ്നം. ഇദ്ദേഹം പറഞ്ഞു, DGP പറഞ്ഞു, വയനാട്ടിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ആ മേഖലയുള്ള പിന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ ചെന്നാൽ മതി എന്ന് DGP പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13-ാം തീയതി പിന്നെ പോലീസ് ആസ്ഥാനത്ത് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് യോഗം ഉണ്ട്. അതായത് പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഉള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം, എന്തൊക്കെ നടപ്പാക്കാം എന്നതിൽ DGP യോഗം വിളിച്ചു, മീറ്റിംഗ് വിളിച്ചു. ഓൺലൈൻ ആയിരുന്നു യോഗം. ഇത് ഇദ്ദേഹം മാത്രം ലോഗിൻ ചെയ്തില്ല, കേറിയില്ല. ADGP കയറിയില്ല. ADGPയെ വിളിച്ചപ്പോൾ ADGP കയറാൻ സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ വയനാട്ടിലാന്ന് പറഞ്ഞു, സമയമില്ലെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ അദ്ദേഹം തീർന്നിച്ച് ഇദ്ദേഹത്തിന് പിന്നെ താക്കീത് കൊടുത്തു. അത് രേഖാമൂലം താക്കീത്, ലെറ്റർ അടിച്ച് കൈ കൊടുത്തു, താക്കീത്. ഇനി ആവർത്തിച്ചാൽ നീ ഇരിക്കത്തില്ലെന്ന് അവിടെ. ഇവര് തമ്മിലേ മറ്റേ അദ്ദേഹം പറഞ്ഞത് ഞാൻ രേഖാമൂലം മറുപടി കൊടുക്കുന്നിനി. അത് മറ്റേ ഈ DGP അവിടുന്ന് തെറിയാണ് വന്നോന്നാ ഞാൻ ആലോചിക്കാം. ലെറ്ററിൽ അടിച്ചേ ഭീഷണി ലെറ്ററിൽ അടിച്ച് കൈ കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ കൈ കൊടുത്തു. അപ്പൊ അദ്ദേഹം ഓഫീസിൽ ഇരുന്നിട്ട് ഇപ്പൊ ഇദ്ദേഹം ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഞാനും രേഖാമൂലം മറുപടി കൊടുക്കുന്നു. സാധാരണ ഇങ്ങനെ സാധനം ചെയ്യാറില്ല. ഒന്നുകിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ രേഖാമൂലം കൊടുക്കും. ഇത് താക്കീത് അടിച്ചും കൈ കൊടുത്തു പുള്ളി DGPക്ക് ഭയങ്കര കലിപ്പ്. സർക്കാർ മുഖ്യമന്ത്രി ഇടപെടുന്നില്ല. ഇത് ഇദ്ദേഹം സർക്കാരിന്റെ സ്വന്തം ആളാണ് ADGP MR അജിത് കുമാർ. പിണറായി വിജയൻ എന്ത് പറയുന്നോ അത് അക്ഷരം പ്രതി നടപ്പാക്കുന്ന ഒരാളാണ് നമ്മുടെ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP. മറ്റേ അദ്ദേഹവും സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ് ദർബേർ സാഹിബ്. ഈ ദർബേർ സാഹിബിന്റെ ഭൂമി വിവാദം പുറത്തുവിട്ടത് ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഭൂമി വിവാദം പോലീസിനകത്തു നിന്നാണ് പുറത്തുവിട്ടത്. ഈ ഭൂമി വിവാദം അത് ഇദ്ദേഹം DGP ആക്കി നീട്ടിക്കൊടുക്കുന്നു, കാലാവധി നീട്ടിക്കൊടുക്കാൻ തീരുമാനം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെയാണ് ആ വാർത്ത പുറത്തു വന്നത്. ഇദ്ദേഹത്തിന്റെ ഇതുപോലെ ഒരാളെ ഭൂമി ഇടപാടിൽ ഇദ്ദേഹം പൈസ വാങ്ങി, അതിൽ പ്രശ്നമുണ്ട്, ആ കേസ് കോടതിയിലുണ്ട്, കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഭൂമി ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള സാധനം പുറത്തുവിട്ടത് പോലീസാണ് പുറത്തുവിട്ടത്. അപ്പൊ ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. ഇദ്ദേഹം പിന്നെ വിദേശത്തായിരുന്നു, ദർബേർ സാഹിബ്. DGP വിദേശത്തായിരുന്നു. DGP വിദേശത്ത് ഇരിക്കുന്ന സമയത്താണ് പോലീസിലെ പ്രഷർ കുറയ്ക്കാൻ, അതായത് VD സതീശൻ അന്നൊരു ഇത് ഉന്നയിച്ചായിരുന്നു നിയമസഭയിൽ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇവിടെ പോലീസുകാരുടെ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞു, കഴിഞ്ഞ ഇത്ര ദിവസങ്ങളിൽ ഇത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു. അത് PC വിഷ്ണുനാഥ് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് പിന്നെ ഇദ്ദേഹം DGP വിദേശത്തിരിക്കുകയാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ADGP സർക്കുലർ ഇറക്കി. ഇത് ഈ പ്രഷർ കുറയ്ക്കാൻ, ഇവരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് എന്തൊക്കെ സ്വീകരിക്കാം, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന് കാണിച്ച് ഒരു സർക്കുലർ ADGP ഇറക്കി. ADGP ഇറക്കിയ സർക്കുലറിനെ പിൻവലിക്കാൻ പറയാൻ DGPക്ക് പറ്റത്തില്ല. കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം ഈ ആക്ഷൻ ഇവിടെ സ്വീകരിച്ചത്. തിരിച്ചു വന്ന DGP പറഞ്ഞു ഈ ചെയ്തത് ശരിയല്ല, കാര്യം ഞാൻ വിദേശത്തിരിക്കെ ADGP എന്ത് സർക്കുലർ ഇറക്കി, ഞാനാണ് DGP, ഞാനല്ലേ ഇറക്കേണ്ടത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹവും തമ്മിൽ പോലീസ് ആസ്ഥാനത്ത് തമ്മിൽ ഏറ്റുമുട്ടി, ഭയങ്കര പ്രശ്നമായി. കസേര വലിച്ചിട്ട് ഇറങ്ങിപ്പോയെന്നൊക്കെയാണ് പുറത്തു വരുന്നത്. DGPയുടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ADGP കസേര വലിച്ചു മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് അന്ന് പുറത്തു വന്ന കഥ. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം പറഞ്ഞു, അതിനുശേഷം തൊട്ടു പിന്നാലെ DGP ഒരു സർക്കുലർ ഇറക്കി, യൂണിറ്റ് മേധാവികൾ ഇത്തരത്തിലുള്ള സർക്കുലർ ഇറക്കരുത് എന്ന്
DGP ഒരു സർക്കുലർ ഇറക്കി. അതായത് യൂണിറ്റ് മേധാവികൾ ഇങ്ങനെയുള്ള സർക്കുലർ ഇറക്കാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇറക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പം കണ്ണി കണ്ട കൊമ്പ് ഓർക്കുന്ന അവസ്ഥയിലാണ്. ഇവർ തമ്മിൽ സംസാരിക്കില്ല. പോലീസിൽ നിന്ന് വരുന്ന കഥ ഏതാണ്? പോലീസിൽ നിന്ന് പുറത്തു വരുന്ന കഥ ഏതാണ്? ഇത് മൊത്തത്തിൽ ബാധിക്കത്തില്ലേ പോലീസിനെ? പിന്നെ അല്ല, ഇവിടെ എന്താ ബാധിക്കാതെ കിടക്കുന്നത്? ഇവിടെ എല്ലാം പ്രശ്നമായി, എല്ലാം കുളമാണ്. അതിന്റെ കൂടെ ആ കുളത്തിൽ ഈ രണ്ട് വീരന്മാരുടെ കലക്കുന്നു, രണ്ടുപേരൂടെ അവർക്ക് ഇഷ്ടമുള്ള പോലെ കലക്കുന്നു. ഇവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ പുറത്തെന്താണ് ഇവിടെ ഒരു കാര്യം നടക്കുന്നില്ലെന്നേ. ഇവിടെ പുറത്ത് ഈ ഗുണ്ടകൾ ഇവിടെ വിളയാടുകയാണ്. അവന്മാർ അവിടെ ആറാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു, അവന്മാർ ഇവിടെ വിലസുകയാണ്. അവന്മാർ ഇവിടെ വിലസുമ്പോൾ ഇവിടെ ഈ ഇതൊക്കെ ഇവരെയൊക്കെ ഒതുക്കണ്ട. ഇവർ തമ്മിൽ വിഷയം, ഇവർ തമ്മിൽ സംസാരിക്കില്ല. DGP വിളിച്ചാൽ ADGP ഫോൺ എടുക്കില്ല. പുറത്തു വരുന്ന കഥയാണ്. DGP വിളിച്ചാൽ എടുക്കത്തില്ല, DGP വിളിച്ചാൽ എടുക്കത്തില്ല. ADGP തന്നെ ഒരു DGP ആയി വിലസുകയാണ്. വേറെ അദ്ദേഹത്തെ BSF ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അദ്ദേഹം എവിടെ പോയി ഇവിടെ ആർക്കും അറിയത്തില്ല. നിതിൻ അഗർവാൾ ഇവിടുത്തെ DGP-യാ, ഇവിടുത്തെ കേരള DGP-യാ. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു കൊല്ലോടെ കഴിയുമ്പോൾ ഇദ്ദേഹം റിട്ടയർ ആകുമ്പോൾ ഇവിടെ DGP ആകേണ്ട ആളാണ്. അത് ഇദ്ദേഹത്തെക്കാൾ വളരെ സീനിയർ ആണ് നിതിൻ അഗർവാൾ. ദർബേർ സാഹിബിനേക്കാൾ സീനിയർ ആണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ DGP ആക്കണം. ആക്കേണ്ട ആളിപ്പോ എവിടാണെന്ന് ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തിന് ഇവിടെ നിന്നും വരാനൊന്നും താല്പര്യമില്ല. ഇങ്ങോട്ട് വന്ന് ഇവിടെ വരാനൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളി ആ രീതിയിൽ നടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഉള്ള രണ്ടുപേര് തമ്മിൽ സർവ്വത്ര പ്രശ്നം. ഈ പോലീസിനകത്ത് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പോലീസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. പോലീസിനകത്ത് പോലീസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ട്. എറണാകുളത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിലടിച്ചു, മതത്തിന്റെ പേരിൽ തമ്മിലടിച്ചു. മതത്തിന്റെ പേരിൽ മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ് രണ്ട് പോലീസുകാർ അവിടെ തമ്മിലടിച്ചു. പോലീസ് ചേരിതിരിവായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു വിഭാഗം അപ്പുറത്ത്, മറ്റേ വിഭാഗം ഇപ്പുറത്ത്. മതം പറഞ്ഞ് തമ്മിലടിച്ചു. ഒരു കേസ് അവിടെ വന്ന ഒരു കേസിന്റെ പേരിൽ ആ കേസ് എടുക്കണം എന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗം എടുക്കരുതെന്ന് പറഞ്ഞു. എടുക്കരുതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, വലിയ പ്രശ്നമായി. ആ വിഷയം പിന്നീട് ദീർഘനാളുകൾക്ക് ശേഷം ഒരു ദിവസം എനിക്കൊന്ന് അൻവർ സാദത്താണെന്ന്, അൻവർ സാദത്തോടെ പിന്നെ മീഡിയയോട് പറഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച്. അദ്ദേഹം കുറേ കാലത്തിന് ശേഷമാണ് അത് പറഞ്ഞത്. ഇവിടെ ഈ മതത്തിന്റെ പേരിൽ ഇവിടെ എല്ലായിടത്തും പ്രശ്നമാണ്, ഇവിടെ പോലീസ് സ്റ്റേഷനകത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഇത് ഞാനന്ന് റിപ്പോർട്ട് ചെയ്തൊരു സാധനമാണ്. അന്ന് ഈ പോലീസ് സ്റ്റേഷനിലെ പ്രശ്നം, പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ളത്. അവസാനം ഈ പോലീസുകാരെ രണ്ട് കൂട്ടരെയും മാറ്റി, ആ സ്റ്റേഷനിൽ നിന്ന് മാറ്റി, രണ്ട് കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. കാര്യം ഇവർ തമ്മിൽ വർഗീയ പ്രശ്നം. എങ്ങനെ ശരിയാവും? അതും ഒരു കൊണ്ടുവന്നൊരു കേസിന്റെ പേരിൽ. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും പോലീസുകാരെല്ലാം എന്താ പറയുക, ചങ്കുമായിട്ട് ജീവിക്കുന്നവരാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിഷയങ്ങളാണെന്നേ. ആരോപ്പും പിന്നെ ഇതുപോലെ ഈ പറയുന്ന തൊഴുത്തിൽ കുത്തും എല്ലാം ഉണ്ട്. DGP ADGP തമ്മിൽ പ്രശ്നം, പിന്നെ പാവപ്പെട്ട പോലീസുകാർ. DGP ADGP തമ്മിൽ ഇപ്പൊ വിഷയം നടന്നുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ഇനിയിപ്പോൾ ലെറ്റർ കൊടുക്കും, എന്തായി മറുപടി കൊടുക്കും, രേഖാമൂലമുള്ള മറുപടി കൊടുക്കും. ഈ രേഖാമൂലമുള്ള മറുപടി താക്കിയത് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക, ഇത് സർവീസിനെ ബാധിക്കുവാൻ വേണ്ടിയാണ് മറ്റേ അദ്ദേഹം ഇത് ചെയ്തത്. കടുത്ത നടപടി എന്നാണ് ഇത് പറയുന്നത്. ഇതൊരു കടുത്ത നടപടിയാണ്. ഇങ്ങനെ സാധാരണ ചെയ്യത്തില്ല. ഇത് മറ്റേ അദ്ദേഹത്തിന്റെ, അതായത് ADGP-യുടെ സർവീസിനെ ഇത് ബാധിക്കുക. അതൊരു ബ്ലാക്ക് മാർക്കാണ്. ആ സാധനമാണ് ചെയ്തു വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവർ തമ്മിൽ ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുന്നു, ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇവിടെ ക്രമസമാധാനം നടപ്പാക്കേണ്ടവർ തമ്മിൽ ക്രമസമാധാനം ഇല്ല. അപ്പോൾ സർക്കാർ കൃത്യമായി ഇടപെട്ടതൊക്കെ പരിഹരിച്ചു പോകും. രണ്ടുപേരും വേണ്ടപ്പെട്ടവരല്ലേ, എന്ത് പറയും? അല്ല, എന്നാലും രണ്ടുപേരും വേണ്ടപ്പെട്ടവരാകുമ്പോൾ രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിച്ചതിനൊരു ഗംഭീരതയിൽ എത്താനുള്ള ശ്രമം. സർക്കാർ ഇതിനൊന്നും ഈ IPS കമ്മിറ്റിയിലുള്ള പ്രശ്നത്തിൽ സർക്കാർ പോയി തലവെക്കാൻ പോകത്തില്ല. ഇനി സർക്കാരിന് ഈ കുറച്ചാലും കൂടെ കഴിഞ്ഞ് ഈ സർക്കാർ ഇനി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സർക്കാർ കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ സർക്കാരായിരിക്കും കയറി വരുന്നത്. അവർ വരുമ്പോൾ ഇതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ നോക്കും. പിന്നെ ഉദ്യോഗസ്ഥൻ എപ്പോഴും ഉദ്യോഗസ്ഥനായിരിക്കും. അതുകൊണ്ട് അവരെ പോയി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഇവന്മാർ പണി കൊടുക്കും ഈ സർക്കാർ. അത് പിണറായി വിജയനാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും ആരാണെങ്കിലും അധികാരത്തിൽ നിന്ന് പോയി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഒരു പണിയും കൊടുത്തിട്ട് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ നിന്ന് പോകുന്നതിന്റെ ആ നിമിഷമുള്ള ആ കസേരയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ട സമയമുള്ളൂ. ഇറങ്ങുന്ന സമയത്ത് മറ്റടുത്ത് ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങും. ഒരു സൈഡിൽ നിന്ന് ഇവർ തുടങ്ങി വെച്ചു കൊടുക്കും. ഇപ്പോൾ എന്തായാലും ADGP-യും DGP-യും തമ്മിൽ കാണാതിരിക്കട്ടെ. ഈ നിലവിലുള്ള DGP-ക്ക് എത്ര നാൾ ഇപ്പൊ നീട്ടി കൊടുത്തിട്ടുണ്ടോ? ഒരു കൊല്ലം കൂടെ 2025 ജൂണിൽ. അപ്പൊ ഈ അജിത് കുമാറിന് ഇനിയും സർവീസ് ഉണ്ട്, ബാക്കിയുണ്ട്? അദ്ദേഹത്തിന് സർവീസ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ 2025 ജൂൺ വരെയാണ് ഇപ്പൊ നീട്ടി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 2025 ജൂൺ ആകുമ്പോൾ അദ്ദേഹം എന്തായാലും
ഇനി നീട്ടി കൊടുക്കില്ലല്ലോ, അദ്ദേഹം റിട്ടയർ ആവും. പിന്നെ വരാനുള്ളത് നിതിൻ അഗർവാൾ മകനെ തിരികെ ഫോട്ടോ എടുക്കേണ്ട അവസരമാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവരും. അദ്ദേഹമായിട്ട് നല്ല സുഹൃത്താണ് നിതിനും അഗർവാളും MR അജിത്കുമാറും നല്ല സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പിന്നെ ഈ ഇദ്ദേഹത്തെയാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്. ആരായി ദർബേർ സാഹിബ്, നിലവിലുള്ള DGPക്ക് ഇവരെല്ലാവരും എതിരാണ്. ഈ IPS ഒരു ഭൂരിഭാഗം പേര് നിലവിലെ DGPയോട് താല്പര്യമില്ലാത്ത ആളുകളാണ്. ഭൂരിഭാഗം പേരുമായിട്ടും അദ്ദേഹം പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം സർക്കാരുമായിട്ട് നല്ല ബന്ധത്തിലുമാണ്. അതുകൊണ്ടാണ് നീട്ടിക്കൊടുത്തത്. ശരി.